വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ് ലേണിംഗ്. ഇന്നത്തെ മൊഡ്യൂൾ സി എന്ന ലെറ്ററിൻ്റെ രണ്ട് വ്യത്യസ്ത ശബ്ദങ്ങളെക്കുറിച്ചാണ്. വരൂ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാ ഇവിടെ സി ഉൾക്കൊള്ളുന്ന ഏതാനും വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവയൊന്ന് വായിച്ചാലോ? കാറ്റ്, സെൽ, കാം, കൗ, സിറ്റി, റൈസ്, കേക്ക് ആൻഡ് പെൻസിൽ. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? സി എന്ന ലെറ്റർ ക എന്നും സ് എന്നും പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ നാം ക എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ സി സ് എന്ന ശബ്ദത്തിലാണ് വായിക്കുന്നത്. എവിടെയെല്ലാമാണ് സി ക എന്ന ശബ്ദത്തിലും സ് എന്ന ശബ്ദത്തിലും വായിക്കുന്നത് എന്നതിൻ്റെ ഒരു വിശദീകരണമാണ് ഈ മൊഡ്യൂളിൻ്റെ പ്രധാന ഉദ്ദേശം. സി എന്ന ലെറ്ററിന് രണ്ട് പ്രധാന ശബ്ദങ്ങളാണ് ഉള്ളത്. സി ഹാസ് ടു മെയിൻ സൗണ്ട്സ്, സോഫ്റ്റ് സൗണ്ട് ആൻഡ് ഹാർഡ് സൗണ്ട്. സോഫ്റ്റ് സൗണ്ട് ആണ് സ്, ഹാർഡ് സൗണ്ട് ആണ് ഖ് എന്നത്. സി എന്ന ലെറ്ററിന് എവിടെയെല്ലാമാണ് സോഫ്റ്റ് സൗണ്ട് ആയിട്ടുള്ള സ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. Usually when C is followed by E, I or Y, the C is soft and sounds like S. അതായത് സാധാരണയായി സി എന്ന ലെറ്ററിനു ശേഷം ഇ, ഐ അല്ലെങ്കിൽ വൈ വരികയാണ് എങ്കിൽ സി എന്ന ലെറ്ററിന് സോഫ്റ്റ് സൗണ്ടായ സ് എന്ന ശബ്ദമായിരിക്കും ഉണ്ടാവുക. നമുക്ക് ചില ഉദാഹരണങ്ങൾ കാണാം. 3 വാക്കുകൾ നമുക്ക് പരിശോധിക്കാം. CENT, CITY, SPICY. ഈ 3 വാക്കുകളിലും സി എന്ന ലെറ്ററിനു ശേഷം വന്നിരിക്കുന്നത് ഇ, ഐ, വൈ എന്നിവയിൽ ഏതെങ്കിലുമാണ്. ഇവിടെ സി എന്ന ലെറ്റർ സ് എന്നാണ് വായിക്കേണ്ടത്. അതായത് സെന്റ്, സിറ്റി, സ്പൈസി. സിക്ക് സോഫ്റ്റ് സൗണ്ടായ സ് ശബ്ദമുള്ള മറ്റു ചില വാക്കുകൾ കൂടി നമുക്ക് നോക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സാധാരണയായി സിക്ക് ശേഷം ഇ, ഐ അല്ലെങ്കിൽ വൈ വരുമ്പോൾ മാത്രമാണ് സോഫ്റ്റ് സൗണ്ടായിട്ടുള്ള സ് എന്ന ശബ്ദം സിക്ക് വരുന്നത്. ഈ വാക്കുകൾ ശ്രദ്ധിക്കാം. ഐസ്, ഡിസിഷൻ, മേഴ്സി, ഫേസ്, സെൽ, ഫാൻസി, പെൻസിൽ, റൈസ്, സിനിമ, സെൽഫോൺ ആൻഡ് സൈബർ. കൂടാതെ ഈ കാണുന്ന വാക്കുകളിലും സി എന്നതിന് സ് ശബ്ദം തന്നെയാണ്. അഡ്വൈസ്, സെന്റർ, സിറ്റിസൺ, സെലിബ്രേറ്റ്, സർവീസ്, സയൻസ്, പ്രോസസ്, ജ്യൂസ് ആൻഡ് സ്ലൈസ്. ഇനി നമുക്ക് സിക്ക് ഹാർഡ് സൗണ്ടായ ഖ് എപ്പോഴാണ് വരുന്നത് എന്ന് നോക്കാം. When C is followed by the vowels A, O or U or any consonant letters, then C makes K sound. അതായത് സി എന്ന ലെറ്ററിനു ശേഷം എ, ഒ or യു എന്നീ വവൽസോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺസണൻസോ വരുമ്പോൾ സിക്ക് ഖ് എന്ന ശബ്ദമാണ് ഉണ്ടാകുക എന്നാണ് നാം പറഞ്ഞത്. നോക്കൂ. കാർഡ്, കോൾഡ്, കട്ട്, ക്രയോൺ, ക്ലൗഡ്, ക്ലാസ്, ക്രാബ്, കരിക്കുലം, എക്രോസ്, കോൺടാക്ട്, ക്യാരറ്റ്, കോൺ, റെസ്പെക്ട്, ക്ലബ്, എൻകറേജ്മെന്റ്, കോബ്ലർ, കൗണ്ട്, കോൺ, കാർപ്പൻറ്റർ ആൻഡ് കൾച്ചർ. കൂടാതെ കാൽക്കുലേറ്റ്, കറന്റ്, ക്രിക്കറ്റ്, ക്ലോത്ത്സ്, കോൺ, കൺസൾട്ട്, കോക്കനട്ട്, എഡ്യൂക്കേഷൻ ഇവയിലും സി എന്ന ലെറ്ററിന് ശേഷം വന്നിരിക്കുന്നത് എ, ഒ or യു എന്നീ വവൽസോ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺസണൻസോ ആയതിനാൽ സിക്ക് ഖ് ശബ്ദമാണ്. അതായത് if C is before E, I or Y, C has the soft sound S. And if C is before
any other letter other than E, I or Y, it has the hard sound K. ഇനി നമുക്ക് ഈ റൂൾസ് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു റൈം പഠിക്കാം. ഹാർഡ് ആൻഡ് സോഫ്റ്റ് സീ സോങ്. What does she say? What does she say? S-o-k, s-o-k. Before E-I-O-Y, before E-I-O-Y, C is soft. It says S. For example, mice. What does she say? What does she say? S-o-k, s-o-k. Before other letters other than I-E-Y, C is hard. It says K. For example, car. കൂടുതൽ ഉദാഹരണങ്ങളുമായി അടുത്ത മൊഡ്യൂളിൽ കാണാം. താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.